എൻ്റെ പച്ചക്കറിക്ക് വളം ഉണ്ടാക്കുന്നത് എന്താണെന്ന് കാണിച്ചിട്ട് ഇത് പഴത്തൊലിയാണ്. പഴത്തൊലി, സവാള, വെളുത്തുള്ളിത്തൊണ്ട്, ഇത് വേപ്പും പിണ്ണാക്കാണ്, ഇത് മുട്ടത്തോടാണ്, ഇത് കൊന്നയില, മുരിങ്ങയില. ഒരു വലിയ ബക്കറ്റിലേക്ക് ഞാൻ പഴത്തൊലി ഇട്ടു. സവാള വെളുത്തുള്ളിയുടെ ചെണ്ടാണ്, അതിട്ടു. മുരിങ്ങയില ഇട്ടു, കൊന്നയിലിട്ടു, മുട്ടത്തോടാണ്. ഇത് നമുക്ക് പൊടിച്ചിടാം. മുട്ടത്തോടിട്ട് മുട്ടത്തോടും ഇട്ടിട്ടുണ്ട് ഞാൻ. കൊന്നയില അടിവളമായിട്ട് ഭയങ്കര ഗുണമുള്ളതെന്നാണ് പറയണത്. കേടുകളൊന്നും വരില്ല, നല്ലതാണ്. ഉള്ളി, ഇത് എല്ലുപൊടിയാണ്, നമുക്ക് എല്ലുപൊടി കുറച്ചിടാം. ഈ എല്ലുപൊടി ഇട്ടേ. ഇത് വേപ്പും പിണ്ണാക്കാണ്. വേപ്പും പിണ്ണാക്കിട്ട് ഇനി കടലപ്പിണ്ണാക്കിടണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. നിറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് നമുക്ക് ഇളക്കാം. ഇതൊരു 5 ദിവസം കഴിഞ്ഞ് നമുക്ക് 1 കപ്പ് എടുത്തിട്ട് 5 ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറിക്കും ചെടികൾക്കും ഒക്കെ തളിക്കാം. നല്ലപോലെ കായും പൂവൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ കേടുകളൊന്നും വരില്ല, പുഴുക്കളൊന്നും വരില്ല. വേപ്പും പിണ്ണാക്ക് കൊന്നയിലൊക്കെ നല്ല പുഴുക്കളൊന്നും വരാതിരിക്കാനുള്ള നല്ല ഔഷധ ഗുണമാണ്. ഞാനത് ഒരടപ്പ് കൊണ്ട് മൂടി വെച്ചേ. നല്ല അമർന്ന അടപ്പായിരിക്കണം. എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ നല്ലോണം അടച്ചു വെച്ചില്ലെങ്കിൽ ഇതിനകത്ത് കൊതുക് കയറി മുട്ടയിടും. എൻ്റെ ഇഞ്ചിക്കും മുളകും തൈയാണ്. ഇതെൻ്റെ പീച്ചിങ്ങ തൈകളാണ്. ഇതിനൊക്കെ കൊടുക്കുന്ന വളം ഇതാണ്. നന്നായി വളർന്നുണ്ട്. അച്ചിങ്ങ നിറയെ പൂവൊക്കെ ഉണ്ട്. എൻ്റെ ചെടികൾക്ക് ഞാൻ ഇത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മഞ്ഞളിനെല്ലാം ഞാൻ ഈ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. തക്കാളി, പീച്ചിങ്ങ, കുക്കമ്പർ, എൻ്റെ ചെറുനാരകമാണ്. ഞാനിത് ബക്കറ്റിലാണ് നട്ടേക്കണേ. ഇതിനും പപ്പായൊക്കെ ബക്കറ്റിലാണ്. ഇതിനൊക്കെ ഞാൻ ഈ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്.